മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ RG രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്? എല്ലാവരും മല കയറി വ്രതം നോറ്റ് മാലയിട്ട് ഭഗവാനെ കാണാൻ കല്ലും മുള്ളും ചവിട്ടി അവിടെ എത്തുന്നു. എല്ലാവരും അവിടെ തുല്യരാണ്. ആ തത്വമസിക്ക് മുന്നിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? അതെ 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 ഇപ്പൊ നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം ഇപ്പോഴത്തെ ഈ നമ്മുടെ ഇപ്പുറത്തെ പ്രസിഡന്റ് കഴിഞ്ഞ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടായിരുന്നു. അതായത് ഈ സ്വർണ്ണ വാതില് കട്ടള ഉൾപ്പെടെയുള്ള വാതില് അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന് സമർപ്പിച്ചത് രേഖകൾ മുഖാന്തരം പുള്ളിക്ക് ബോധ്യമുണ്ട്, അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിന് എന്താ രേഖയില്ലാത്തത്? ഈ ഒരു കട്ടള ഈ സാധനം അവിടെ ഇല്ല. അതായത് ഞാൻ തിരുവാഭരണം കമ്മീഷണറായിട്ട് ചാർജ് എടുത്ത് 5/8/2019 ചാർജ് എടുത്ത് 12/12/2019 വരെ അവിടെ ഈ തിരുവാഭരണം കമ്മീഷണറായിട്ട് ഔദ്യോഗിക പദവി നോക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എൻ്റെ കാലയളവിൽ അങ്ങനെ ഒരു സാധനം അവിടെ വന്നതായിട്ടോ അഥവാ വന്ന് ഈ അഡീഷണലായിട്ട് 2 വാതിലും കൂടെ ഒന്നിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു വാതിൽ മല്ലയ്യ പൂശിയത് അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പം വേറൊരു വാതിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറയുന്നെങ്കിൽ അത് അനധികൃതമായിട്ട് അവിടെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് 4-ാം നമ്പർ രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് ആ സാധനം സ്ട്രോങ് റൂമിനകത്ത് കൊണ്ടുവന്ന് വെക്കണ്ടേ? സ്ട്രോങ് റൂം വെരിഫിക്കേഷൻ ഞാൻ ഫുള്ളായിട്ട് നടത്തിയാണ്. വാതിലെന്ന് പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ, വലുതല്ലേ. അങ്ങനെ ഒരു സാധനം കണ്ടതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാനൊരു 300 പേജുള്ള റിപ്പോർട്ട് തിരുവാഭരണം സംബന്ധിച്ച് സ്ട്രോങ് റൂം വെരിഫൈ ചെയ്ത് ഹൈക്കോടതിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ കാലയളവിൽ. അപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ പറയുന്നതിൻ്റെ നിജസ്ഥിതികൾ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. SP-യുടെ അന്വേഷണത്തിൽ ഈ വാതിലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇതിന് എല്ലാം ആധികാരികമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ 4-ാം നമ്പർ രജിസ്റ്ററിൽ എന്തുകൊണ്ട് എൻട്രി ചെയ്യുന്നില്ല? അതായത് ഭഗവാന്റെ സ്വത്തെന്ന് പറഞ്ഞ് ആധികാരികമായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് ഈ 4-ാം നമ്പർ, അതായത് തോന്നും പടിയാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ് അവിടെയുള്ളതെന്ന് വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് രജിസ്റ്ററിൽ എഴുതുന്നില്ല? അല്ല, ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1950 ശേഷം സകല അമ്പലങ്ങളിലും മേജറായിട്ടുള്ള സകല അമ്പലങ്ങളിലും പരിപാലിച്ചു വരുന്ന ഒരു രജിസ്റ്ററാണ് തിരുവാഭരണം രജിസ്റ്റർ എന്ന് പറയുന്നത്. അതിന് അത്രയ്ക്ക് മൂല്യമുണ്ട് ആ രജിസ്റ്ററിന്. അത് നശിപ്പിക്കപ്പെടാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള കംപ്ലീറ്റ് ഉരുപ്പടികളുടെ വിവരം അതിനകത്ത് എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ഒരു ക്ഷേത്രത്തിൽ വരുന്ന ഉരുപ്പടി, ആ ഉരുപ്പടി നമ്മൾ സ്ട്രോങ് റൂമിൽ വെക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പർ ബേസ് ചെയ്തേ വെക്കാൻ പറ്റുള്ളൂ. സ്ട്രോങ് റൂമിൽ ഒരു മഹസറുണ്ട്. ആ സ്ട്രോങ് റൂമിലെ മഹസറിൽ എഴുതണമെന്നുണ്ടെങ്കിൽ തിരുവാഭരണം കമ്മീഷണറെ തിരുവാഭരണം രജിസ്റ്ററിലെ ഇത്ര നമ്പർ ഉരുപ്പടി, ഇത്ര കിലോ വെയിറ്റ് ഉള്ളത്, ഏതൊക്കെ ഐറ്റം എന്ന് തിരിച്ച് വേണം ആ മഹസറിനകത്ത് എഴുതാൻ സ്ട്രോങ് റൂം തുറക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്റർ വേണ്ടേ? ഈ രജിസ്റ്റർ പരിശോധിച്ചതായിട്ട് ആരും പറയുന്നില്ലല്ലോ. അതെന്താ ആ രജിസ്റ്ററിനെ കുറിച്ച് പറയാത്ത? ഒരു ചാനലുകാരും ഒരു റിപ്പോർട്ടുകാരും ഇതിനകത്ത് ഈ വിവരം പറയുന്നില്ലല്ലോ. ആ രജിസ്റ്റർ നശിപ്പിക്കപ്പെടാൻ പറ്റില്ല എന്തായിരുന്നാലും. അപ്പോൾ ആ രജിസ്റ്റർ പരിശോധിച്ച് ആ രജിസ്റ്ററിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കി അത് അനൗൺസ് ചെയ്യണ്ടേ? യെസ്, അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ അതിന് പരിശ്രമിക്കാം. അങ്ങയെ തന്നെ വിളിക്കുന്നതാണ്. പക്ഷെ മറ്റു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭഗവാന്റെ ആഭരണങ്ങൾ അല്ലെങ്കിൽ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി, ഇതൊക്കെ എങ്ങനെയാണ് പലയിടത്തായി കൊണ്ടുപോയി പ്രദർശിപ്പിക്കാനാവുക? ആ പാളികൾ ഇളക്കി കൊണ്ടുപോയത് എന്തായിരുന്നാലും സ്മാർട്ട് ക്രിയേഷൻസിലെ ലീഗൽ അഡ്വൈസർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സാധനം അവർക്ക് വേറൊരു സാധനം അവിടെ ഒരു പൂശൽ ചെയ്തിട്ടുള്ള, അതായത് സ്വർണ്ണമായിരുന്നാലും വെള്ളിയായിരുന്നാലും വേറൊന്ന് ഇലക്ട്രോപ്ലേറ്റിംഗ് ആയിരുന്നാലും പരമ്പരാഗതമായിട്ടായിരുന്നാലും ഒരെണ്ണത്തിനകത്ത് പൂശിയിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല, അവരെടുക്കില്ല. കാരണം അത് ചെയ്ത് അവർക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരത് എടുക്കില്ല. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന സാധനം പ്യൂറായിട്ടുള്ള ചെമ്പാണെന്ന് അവരിപ്പം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്യൂറായിട്ടുള്ള ചെമ്പ് വിജയമല്യ പൂശിയെന്ന് പറയുന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഇതെങ്ങനെ ചെമ്പായി? അപ്പൊ ഇത് അവിടുത്തെ റെക്കോർഡിൽ ചേർത്തിരുന്നു എന്ന് ഒരിക്കലും ഇത് സ്വർണ്ണമാണെന്ന് നമുക്ക് പറഞ്ഞൂടെ? അഥവാ ഇത് ഇളക്കുമ്പോഴത്തേക്ക് കുറവുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക്. ശരി, വളരെയധികം നന്ദി ശ്രീ RG രാധാകൃഷ്ണൻ ഒപ്പം ചേരുന്നത് മുൻ തിരുവാഭരണ കമ്മീഷണറാണ്. അദ്ദേഹം വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
പ്രൈത്തിലേക്ക് ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന്. പ്രൈത്ത് പറഞ്ഞു വന്ന് തുടരാം വളരെ പെട്ടെന്ന്. ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൃഷ്ണരാജ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശം കൂടി ഇതിലുണ്ട്. കാരണം ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് ഇനി സ്വർണ്ണപ്പാളിയാണെങ്കിലും ശരി, ചെമ്പുപാളിയാണെങ്കിലും ശരി, അത് ശബരിമലയിൽ കാലാകാലങ്ങളായി എത്രയോ വർഷം അയ്യപ്പന്റെ സന്നിധിയിൽ ഇരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങൾക്ക്, ഇത് ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഇത് ശബരിമലയിൽ ഇത്രയും കാലം ഇരുന്ന സ്വർണ്ണപ്പാളിയാണ് അല്ലെങ്കിൽ ചെമ്പുപാളിയാണ്, ഇത് ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇത് കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുമെന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അവർക്കിത് മുറിച്ച് തകിടുകളായോ അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തി മറ്റു വസ്തുക്കളായോ ഒക്കെ വിറ്റിരിക്കാനുള്ള ഒരു സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി ഏതെങ്കിലും രീതിയിലുള്ള വലിയ സാമ്പത്തിക നേട്ടം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ കൊയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ദേവസ്വം വിജിലൻസിനടക്കമുള്ള നിലവിലുള്ള സംശയം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ യഥാർത്ഥ പാളികളല്ല ശബരിമലയിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ള കാര്യമാണ്. അതിലാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിനൊടുവിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോയ പാളിയല്ല, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികളല്ല തിരിച്ചെത്തിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ യഥാർത്ഥ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അത് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മറ്റുള്ളവരെ ഉപയോഗിച്ചോ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുമുണ്ട്. കാരണം ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു വസ്തു അത് അയ്യപ്പന്റെ സ്വത്താണ്. അതിന് എന്താണെങ്കിലും ശരി, അതിന് ചെമ്പുപാളിയാണെങ്കിലും ശരി, സ്വർണ്ണപ്പാളിയാണെങ്കിലും ശരി, അത് തിരിച്ച് കൃത്യമായി എത്തുക എന്നുള്ള ഉത്തരവാദിത്വം ശബരിമലയുടെ ഭരണസ്ഥാനത്ത് അല്ലെങ്കിൽ ശബരിമലയെ നിയന്ത്രിക്കുന്ന ചെന്നൈയിലും ശബരിമലയുടെ പേരിൽ പ്രദർശനം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ നടൻ ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ചു. പൂജ നടത്തിയത് ഫാക്ടറിയിലാണ് എന്ന് ജയറാം പറയുന്നു. ഏതായാലും വലിയ തട്ടിപ്പിൻ്റെ ഒരു അറ്റമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് എന്ന് വ്യക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.